ഹായ് ഹലോ എന്തൊക്കെയുണ്ട്. ഇതേപോലെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് എല്ലാം നട്ടെടുക്കണമെങ്കിൽ പ്ലാന്റ്സിൻ്റെ പുതിയ ബ്രാഞ്ചസ് എടുക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്ന ടിപ്സ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന ഈ വീഡിയോനെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ പോർട്ടുകളിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന പ്ലാന്റ് എന്തെന്നറിയോ? നമ്മളൊക്കെ ചെറുപ്പത്ത് ആദ്യമൊക്കെ നമ്മൾ ചെടിയെല്ലാം നടുമ്പോൾ നമ്മൾ നട്ടു പഠിക്കുന്ന ഒരു ചെടിയുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സ്വന്തം മണി പ്ലാന്റ്. ഇന്ന് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ബ്രാഞ്ചസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ മണി പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് രീതിയിൽ നട്ടുപിടിപ്പിച്ചാലും നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഈ മണി പ്ലാന്റാണ്. ഈ ചെടിയെല്ലാം നടാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ ഇതേപോലത്തെ മണി പ്ലാന്റ്സ് ആകട്ടെ അല്ലെങ്കിൽ വേറൊരു ചെടികളാകട്ടെ എങ്ങനെ തെളിപ്പിച്ചെടുക്കുന്നതെന്നാൽ കുപ്പികളിൽ വെള്ളം നിറച്ച് അതിൽ ആ ബ്രാഞ്ച് ഇട്ട് കൊടുത്ത് അതിൽ നല്ല വേര് വന്നതിന് ശേഷമാണ് മണ്ണിൽ നട്ട് കൊടുക്കാറുള്ളത്. ഇപ്പോൾ എല്ലാം പുതിയ മെത്തേഡ്സിലാണ് നമ്മൾ പ്ലാന്റെല്ലാം നട്ടുപിടിപ്പിക്കുന്നതും വളം ഇട്ട് കൊടുക്കുന്നതും ആ രീതിക്കാണ്. പണ്ടൊക്കെ ഞങ്ങൾ ചെടി നടാൻ തുടങ്ങിയ ടൈമിൽ ഈ വളങ്ങളോ ഒന്നും കൂടുതൽ ഇട്ട് കൊടുക്കാറില്ല. ഇങ്ങനെ കമ്പോസ്റ്റ് ഒന്നും ഞങ്ങൾ റെഡി ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാറുമില്ല. ഞങ്ങളുടെ പറമ്പിലുള്ള ചെമ്മണ്ണ് മാത്രം തന്നെ ചാക്കുകളിലെടുത്ത്, അതും ഇതേപോലെ പോർട്ടുമില്ല, ചാക്കുകളിൽ നമ്മളെടുത്ത് വെച്ചിട്ട് ചെടി നട്ടുപിടിപ്പിക്കാറുണ്ട്. അപ്പോഴൊക്കെ ചെടിയെല്ലാം നല്ല ഗ്രോത്തായിട്ടാണ് വളരുന്നത്. അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. അന്നൊക്കെ ഉള്ള ചെമ്മണ്ണിൽ അതിനേറ്റ രീതിയിലുള്ള വളങ്ങൾ അതിലേ ഉണ്ട്. പ്രത്യേക വളങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യമില്ല. ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഈ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്, ഈ ചാണകപ്പൊടി ചേർത്തെല്ലാം കൊടുക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഉള്ള മണ്ണിൻ്റെ കപ്പാസിറ്റി എല്ലാം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം നട്ടുപിടിപ്പിക്കുമ്പോൾ ഉള്ള വളമെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇന്ന് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്, കുറച്ച് ദിവസത്തേക്ക് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോർട്ടുകൾ കുറച്ചൊന്ന് ഒതുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കഴുകി വൃത്തി ചെയ്ത് അതിൽ ഈ മണി പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കണം. ഈ ചെറിയ ടൈപ്പിലുള്ള പോർട്ടുകൾ കുറച്ച് ദിവസത്തേക്ക് മുമ്പ് എൻ്റെ വീട്ടിനകത്തുള്ള സ്റ്റെയർ കേസിൽ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിരുന്ന പോർട്ടാണ് കേട്ടോ. അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിന് കറക്റ്റായിട്ടുള്ള കെയറൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ അതൊക്കെ നല്ല നശിച്ചു പോയായിരുന്നു. പിന്നെ അതിലിരുന്ന പ്ലാന്റ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഈ പോർട്ടെല്ലാം കൊണ്ടൊന്ന് ഒതുക്കിയായിരുന്നു. അങ്ങനെ ഒതുക്കിയ മുതലാണ് ഇപ്പോൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മൾ എടുക്കുന്നത്. അങ്ങനെ പോർട്ടെല്ലാം നല്ല വെടിപ്പായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ് വെച്ചിട്ടാണ് ഇനി പരിപാടി. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റും പറമ്പിലുള്ള ചരുക് പുല്ലിലുള്ള വേസ്റ്റും വച്ച് നമ്മൾ റെഡിയാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ വീട്ടിൽ വെച്ച് എങ്ങനെയാണ് കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ അക്കൗണ്ടിലുണ്ട്. നിങ്ങൾ നിർബന്ധം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ കമ്പോസ്റ്റെല്ലാം പോർട്ടിലെല്ലാം നിറപ്പിച്ച് കൊടുത്തു. ഇനി വേണ്ടത് ഈ പോർട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസ് ആണ്. അങ്ങനെ കുറച്ച് മണി പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന മണി പ്ലാന്റ്സ് എങ്ങനെയെന്നാൽ ഈ ഇലകളുടെ ഇടുക്കിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെയും മണി പ്ലാന്റ്സ് നടാമെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോസിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത കട്ടിങ് പ്ലാന്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ താരമായിട്ടുള്ള ഈ കട്ടിങ് പ്ലാന്റ്സുകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഗ്രോത്തായിട്ട് വേര് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതാണ് സാഫ്. ഞാൻ നിറയെ വീഡിയോകളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സാഫിനെ കുറിച്ച്. അങ്ങനെ സാഫ് കുറച്ചെടുത്ത് നമ്മളൊന്ന് വെള്ളത്തിൽ കുറച്ചൊന്ന് ലയിപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ പ്ലാന്റ്സ് അല്ല, ഏത് പ്ലാന്റ്സ് നിങ്ങൾ നട്ടാലും സാഫ് മുക്കി നടുന്നുവെങ്കിൽ പെട്ടെന്ന് ഗ്രോത്തായിട്ട് വന്നേക്കും. അങ്ങനെ ഓരോരോ ബ്രാഞ്ചസും എടുത്ത് ഈ സാഫിൽ മുക്കിയിട്ട് ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കാം. അങ്ങനെ ഒരു പോർട്ട് ഫുള്ളായിട്ട് ബുഷായിട്ട് വരണമെങ്കിൽ ഞാൻ ഇതാ നടുന്ന രീതിയിലാണ് നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ എല്ലാ പോർട്ടിലും നമ്മൾ നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഈ പ്ലാന്റ്സ് നമ്മൾ ഈ പോർട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ഈ കട്ടിങ് പ്ലാന്റ്സ് ആ മണ്ണിൽ പിടിക്കാതെ ഇളകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ടൈം നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ. എന്നാലേ ഫുൾഫില്ലായിട്ട് നമുക്ക് ആ പോർട്ട് ഫുള്ളായിട്ട് പ്ലാന്റ്സ് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മളെടുത്ത എല്ലാ പോർട്ടിലും മണി പ്ലാന്റ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് വെയിൽ കൊള്ളാൻ പാടില്ല. ഇത് നമ്മൾ നല്ല തണലത്തിൽ വെച്ചാണ് ഇത് തിളിർപ്പിച്ചെടുക്കണം. ഈ പ്ലാന്റ് തിളിർത്ത് കിട്ടിയതിന് ശേഷം വെയിലത്തോ മഴയത്തോ
എവിടെ വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ട് ചെടിയെല്ലാം നടാൻ തുടങ്ങുന്നവർ ആദ്യമൊക്കെ നട്ട് പഠിക്കുന്നത് ഇതേപോലത്തെ മണി പ്ലാന്റ്സ് ആണ് കേട്ടോ. അങ്ങനെ ഫൈനലായിട്ട് നമുക്കൊന്ന് വെള്ളമെല്ലാം നനപ്പിച്ച് കൊടുക്കാം. ഇനി തണലത്തിൽ വെച്ച് നല്ല തിളപ്പിച്ച് ഗ്രോത്താക്കി എടുക്കുന്നതിൻ്റെ വീഡിയോസ് ഉടനെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തേക്കും. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ നമ്മളിടുന്ന എല്ലാ അപ്ഡേറ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഇതേപോലെ ചെടി പ്രിയരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ടാറ്റാ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ, ഗോഡ് ബ്ലസ് യു.